ആശാ വർക്കർമാരുടെ സമരം കേന്ദ്രത്തിൽ ഉന്നയിക്കുവാനൊരുങ്ങി കേരളം. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും. കടമെടുപ്പ് പരിധി, വയനാട് സഹായം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയിൽ ഉന്നയിക്കും. ആശാ വർക്കർമാരുടെ പ്രൊജക്ട് തന്നെ കേന്ദ്ര സർക്കാർ ആവശ്യ പ്രൊജക്ടാണ്. അതിൽ ഓണറേറിയമാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ തന്നെ മികച്ച കൂലി നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ആ പശ്ചാത്തലത്തിൽ ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ സത്യസന്ധമാണ്. കേരളത്തിൽ ഈ പ്രശ്നമുണ്ടായപ്പോൾ തന്നെ കേന്ദ്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് KV തോമസ് പറഞ്ഞു. മാർച്ച് 11, 12 തീയതികളിൽ കേരള മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് ആശമാർക്കുള്ള ഇൻസെന്റീവ് അടക്കമുള്ള NHM ഫണ്ട് പാഴാക്കിയതിൽ കേരളത്തിനുണ്ടായത് ഗുരുതര വീഴ്ച വന്നതായി വിവരങ്ങൾ പുറത്തുവന്നത്. കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് നിബന്ധനയ്ക്ക് വഴങ്ങില്ലെന്ന നിലപാടുമായപ്പെടുത്തി തമിഴ്നാട് മുഴുവൻ തുകയും നേടിയെടുത്തപ്പോഴും കേരളം പിടിവാശി വിടാൻ വൈകിയതാണ് കുരുക്കായത്. ഇതിനിടെ ആശമാർക്ക് ഏറ്റവും അധികം ഓണറേറിയം സിക്കിമിലാണെന്ന വിജ്ഞാപനവും പുറത്തുവന്നു. NHM പദ്ധതികൾക്കായി 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് 826.02 കോടിയാണ് അനുവദിച്ചത്. ആദ്യ ഗഡു 189 കോടി കിട്ടിയപ്പോഴേക്കും ബ്രാൻഡിംഗ് നിബന്ധനകളെ ചൊല്ലി കേരളവും കേന്ദ്രവും തമ്മിൽ തർക്കമായി. പ്രാഥമിക തല ആശുപത്രികളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണമെന്നടക്കമായിരുന്നു കേന്ദ്ര നിർദ്ദേശം. നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ട് ഉപയോഗിക്കുന്ന പദ്ധതികൾക്ക് ഏകീകൃത സ്വഭാവം വേണമെന്നുള്ളതായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. പേര് മാറ്റാനോ പേരിനൊപ്പമുള്ള പുതിയ ലോഗോ ഉപയോഗിക്കാനോ തയ്യാറല്ലെന്നായിരുന്നു കേരളത്തിന്റെ നിലപാട്. രാഷ്ട്രീയ നിലപാടായി തന്നെ അത് ഉയർത്തിക്കാട്ടുകയും ചെയ്തു. കേന്ദ്രം തുക നൽകിയില്ലെങ്കിലും സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പദ്ധതികൾ നടപ്പാക്കിയെന്നുള്ളതാണ് കേരളത്തിന്റെ അവകാശവാദം. പക്ഷേ പണം ലാപ്സാക്കിയതിന്റെ അധിക ബാധ്യതയാണ് ഈ സാമ്പത്തിക വർഷവും കേരളം നേരിടുന്നത്. പാഴായ തുക ഇനി അനുവദിക്കാൻ സാധ്യതയില്ല. പക്ഷേ പാഴായ 636 കോടിയുടെ കണക്ക് പറഞ്ഞ് ആവർത്തിക്കുകയാണ് കേരളം.